കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ കൂമ്പാരം. മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭ നിരവധി തവണ റെയിൽവേക്ക് നൽകിയ നോട്ടീസിന് പുല്ലുവിലയാണ് റെയിൽവേ നൽകിയത്. പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുമെന്ന നോട്ടീസിനും വില കൽപ്പിച്ചില്ല റെയിൽവേ. മാലിന്യ കൂമ്പാരത്തിന്റെ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ നോട്ടീസും കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ആമേഴഞ്ചൻ തോട്ടിലെ ജോയിയുടെ മരണമാണ് റെയിൽവേയിലെ മാലിന്യ നീക്കത്തിലും മാലിന്യ സംസ്കരണത്തിലേക്കും ഏവരുടെയും ശ്രദ്ധയെത്തിച്ചത്. റെയിൽവേയിൽ കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണമോ മാലിന്യ നീക്കമോ നടക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് ഉള്ളിലുള്ള മാലിന്യ കൂമ്പാരത്തിൻ്റെ ആ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്താണ് ഈ കാഴ്ച. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു. ഒരു അറവശാലയ്ക്ക് സമാനമായ പ്രതീതിയാണ് ഇവിടം സൃഷ്ടിക്കുന്നത്. ദിനംപ്രതി നിരവധി യാത്രക്കാരാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. അവർ കടന്നുപോകുന്ന വഴിക്ക് സമീപമാണ് പൊതുജനാരോഗ്യ പ്രശ്നമാകുന്ന തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. ഈ മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭ റെയിൽവേക്ക് നൽകിയത് നിരവധി നോട്ടീസുകൾ. ഏറ്റവും ഒടുവിലായി 2024 മെയ് മാസത്തിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുമെന്ന നോട്ടീസും നൽകി. പക്ഷേ എല്ലാ നോട്ടീസുകൾക്കും പുല്ലുവില. ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ ദാരുണ മരണത്തിന് പിന്നാലെയാണ് മാലിന്യങ്ങൾ ടാർപ്പോ ഉപയോഗിച്ച് റെയിൽവേ മറച്ചത്. എന്നാൽ അതിനു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇനിയുള്ളത്. ഞങ്ങൾക്ക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക മാർഗമുണ്ട് എന്നുള്ളതാണ് റെയിൽവേയുടെ അവകാശവാദം. The station waste is collected in bags and it is then given to the accredited agencies. അങ്ങനെയെങ്കിൽ ഈ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എങ്ങനെ ഇവിടെ തുടരുന്നു എന്ന ചോദ്യം ബാക്കിയാണ്. എന്നാൽ റെയിൽവേയുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണിതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. നഗരസഭ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി. കൊച്ചുവേളി പ്രദേശത്ത് ഇന്നിപ്പോൾ കൈരളിയുടെ ഭാഗമായി തന്നെ പുറത്തു വന്നിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് നേരത്തെ നഗരസഭ ഒരു പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്ന സാഹചര്യവും അതിനുശേഷവും അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുവെന്ന് നഗരസഭയെ അറിയിക്കുന്ന വിവിധ ഘട്ടങ്ങളിലായി അറിയിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചെങ്കിലും അതിനുശേഷമുള്ള പരിശോധനയിലും അതൊന്നും പ്രാവർത്തികമാക്കിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭ ചില കത്തുകൾ പുറത്തുവിടുന്ന സമയത്താണ് ADRM പുറത്തു വന്നിട്ട് ഒരു പത്രസമ്മേളനത്തിൽ ഒരു വാർത്താ പ്രസ് മീറ്റിലൂടെ അവർ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന്. എന്നാൽ എന്ത് സംവിധാനമാണ് എന്ന് അപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ല. തമ്പാനൂരിന് സമാനമായി ആമേഴഞ്ചാൻ തോട് ഇവിടെ ഇല്ലാത്തതാണോ കൊച്ചുവേളിയിൽ ഈ രീതിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം എന്ന ചോദ്യവും ബാക്കിയാകുന്നു. ഞങ്ങളെ ആര് ചോദ്യം ചെയ്യാൻ എന്നുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ധാർഷ്ട്യം തന്നെയാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾക്കും ഗുരുതര വീഴ്ചകൾക്കും കാരണം. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ പരസ്യ പ്രതികരണങ്ങൾക്കും ഇത്തരം വിഷയങ്ങളിൽ തയ്യാറാകാത്തത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്.